ഒരു ക്രിമിനൽ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തെയും അതിന്റെ മന്ത്രിയെയും വെല്ലുവിളിച്ച് രസിക്കുകയാണ്. അർജുൻ അയങ്കി എന്ന നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുടെ കാര്യമാണ് പറയുന്നത്. അയാളുടെ വെല്ലുവിളിയെക്കുറിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒളിവിലിരുന്ന് സോഷ്യൽ മീഡിയകളിലൂടെ വെല്ലുവിളിച്ചിട്ട് ഇപ്പോൾ പരക്കം പായുകയാണ് അർജുൻ. പിടികൂടാൻ രണ്ടും കൽപ്പിച്ച് കേരള പോലീസ് ഇറങ്ങിത്തിരിച്ചതോടെ ഇനി രക്ഷയില്ലെന്ന് വേറെ പാർട്ടിയിൽ വളർന്ന ഈ ക്രിമിനലിന് മനസ്സിലായിട്ടുണ്ട്. മെയ് 3 കോതമംഗലത്തെ ഒരു റിസോർട്ടിൽ ഒത്തുകൂടിയ അർജുനെയും കൂട്ടാളികളെയും ക്രിമിനൽ ഗൂഢാലോചനാ ശ്രമത്തിന് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം ഭീഷണി മുഴക്കലാണ് അർജുന്റെ ജോലി. ആദ്യം കോതമംഗലം ഇൻസ്പെക്ടർ പ്രശാന്ത് കുമാറിനെ പെൻഷൻ വാങ്ങി ശിഷ്ടകാലം സമാധാനത്തോടെ ജീവിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി. ഇതിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്ത് അന്വേഷണത്തിന് ഊന്നുകാൽ CIയെ ചുമതലപ്പെടുത്തി. കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ അറസ്റ്റിനുള്ള ശ്രമങ്ങൾ പോലീസും കീഴടങ്ങാനുള്ള നീക്കം അർജുനും നടത്തി. കീഴടങ്ങാൻ തയ്യാറായ തന്നെ പിടിച്ചേ അടങ്ങുമെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന വെല്ലുവിളിയാണ് ഊന്നുകാൽ CI ആദർശിനോട് നടത്തിയത്. കോതമംഗലം CIക്കുള്ള പണി കൊടുക്കുമെന്നും ഈ ശബ്ദ സന്ദേശത്തിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതോടെയാണ് ആയങ്കിയെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് പോലീസ് ഇറങ്ങിത്തിരിച്ചത്. വെല്ലുവിളിച്ചവരെ പോലീസ് എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയെ പോലും വെല്ലുവിളിക്കുകയാണ് ഈ ക്രിമിനൽ ചെയ്തത്. വിരട്ടരുത്, വളർന്ന പാർട്ടി വേറെയാണ് എന്നൊക്കെയാണ് അർജുൻ പറഞ്ഞത്. തന്നെ കള്ളക്കേസിലാണ് ജയിലിലടച്ചതെന്നും സിസ്റ്റം തന്നെ തീവ്രവാദിയാക്കി എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നുമുണ്ട്. പ്രത്യേക സംഘം ഒളിവിൽ കഴിയാൻ സഹായിച്ച അർജുന്റെ 2 സുഹൃത്തുക്കളെയും ഇന്നലെ അർജുന്റെ സഹോദരനെയും കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകിട്ട് താൻ വടക്കുംനാഥന്റെ മണ്ണിലുണ്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അർജുൻ പോസ്റ്റിട്ടതിന് പിന്നാലെയാണ് സഹോദരൻ അഖിലിനെ അവിടെ നിന്ന് പിടികൂടിയത്. അർജുൻ ഇതേസമയം പാലിയേക്കർ ടോൾ പ്ലാസ കടന്നു പോകുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. അർജുന്റെ സോഷ്യൽ മീഡിയ മറ്റാരോ കൈകാര്യം ചെയ്ത് പോലീസിനെ വഴിതെറ്റിക്കുകയാണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ മുഖ്യമന്ത്രിക്കെതിരെയും അർജുന്റെ പോസ്റ്റ് വന്നു. ഇതിൽ പുതിയ കേസും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തന്റെ കേസ് നടത്തിപ്പിനുള്ള ഫണ്ടിലേക്ക് സംഭാവനയ്ക്കുള്ള അഭ്യർത്ഥനയും അർജുൻ നടത്തിയിരിക്കുകയാണ്. സ്വർണ്ണക്കടത്താണ്, കോടീശ്വരനാണ് എന്നൊക്കെ വെറുതെ പറയുകയാണ് എന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ കേരള പോലീസിന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു. ഒരു ക്രിമിനൽ ഒളിവിലിരുന്ന് പോലീസിനെ ഭീഷണിപ്പെടുത്തുക, വെല്ലുവിളിക്കുക, എന്നിട്ട് നാട് നീളെ പോലീസിനെ വെട്ടിച്ച് കറങ്ങി നടക്കുക. ഇയാൾ സംസ്ഥാനം കടന്നിട്ടുണ്ടോ എന്ന സംശയമുണ്ട് പോലീസിന്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഊർജിതമായ തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അർജുന് രാഷ്ട്രീയമായ സഹായം ലഭിക്കുന്നുണ്ടോ എന്ന ബലമായ സംശയവും പോലീസിന് ഇല്ലാതില്ല. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തേ താന്നി വരൂ എന്നാണ് അർജുൻ പറഞ്ഞിരിക്കുന്നത്. അതിനു മുൻപ് പൂട്ടാനുള്ള നീക്കത്തിലാണ് പോലീസ്. മുൻപ് ഇത്തരത്തിൽ ഒളിവിൽ പോയ പല വമ്പന്മാരെയും UDF ഭരണകാലത്ത് പോലീസ് പിടികൂടിയ ചരിത്രമുണ്ട്. TP വധക്കേസിലെ പ്രതികൾ പോയി ഒളിച്ചത് പാർട്ടി ഗ്രാമമായ മുടക്കോഴി മലയിലായിരുന്നു. അവിടെ കയറി കൊടിസുനിയെയും സംഘത്തെയും അറസ്റ്റ് ചെയ്തത് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പോലീസായിരുന്നു. ഇന്നിപ്പോൾ ഗുണ്ടകളെ അടിച്ചൊതുക്കുമെന്ന് ശബ്ദം ചെയ്തിരിക്കുന്ന ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെയാണ് അർജുൻ വെല്ലുവിളി നടത്തുന്നത്. നോക്കിയും കണ്ടുമൊക്കെ വെല്ലുവിളി നടത്തേണ്ടേ എന്നാണ് പലരും ആയങ്കിയെ ഓർമ്മിപ്പിക്കുന്നത്. എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.